ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സജു. നമ്മൾ ഈ ചാനലിൽ കൂടെ ക്രാഫ്റ്റ്, ജേണൽ, അതേപോലെ ഡേ ഇൻ മൈ ലൈഫൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഇപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാം. ജേണൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ സപ്ലീസ് ഒന്നുമില്ല. അങ്ങനെ കരുതി വിഷമിക്കണ്ട. നമുക്കിന്ന് DIY ആയിട്ട് എങ്ങനെയാണ് പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കവായി പാറ്റേൺ അല്ലെങ്കിൽ ക്യൂട്ട് പിൻട്രസ്റ്റി ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കുന്നത്. ക്യൂട്ട് പിൻട്രസ്റ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കവായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കണം, നിങ്ങളൊക്കെ ഇതേപോലെ തന്നെ പാറ്റേൺ ആണ് നമ്മൾ ആദ്യം ചെയ്യണത്. പാറ്റേണിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ 1-2 ഗ്രിഡാണ് ചെയ്യുന്നത്. ഒന്ന് നോർമൽ നമ്മൾ പിങ്കും അതേപോലെ യെല്ലോ വെച്ചിട്ട് യെല്ലോ ഗ്രീനൊക്കെ വെച്ച് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാം, സാധാരണ ഗ്രിഡ് വരയ്ക്കുക. രണ്ടാമത്തത് പറഞ്ഞാൽ ഫ്ലവർ വരയ്ക്കുക, അതേപോലെ പർപ്പിൾ കളർ കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വേർട്ടിക്കലായിട്ട് ലൈൻസ് വരയ്ക്കാം. അതിൻ്റെ ഇടയിൽ അതൊരു ഡെയ്സി ഫ്ലവറാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാക്കാൻ, അതേപോലെ വാൾ പോസ്റ്റേഴ്സ് ചെയ്യാനൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് പാറ്റേൺ പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ബിഗിനർ ആയതുകൊണ്ട് പാറ്റേൺ പേപ്പർ എന്തിനാണെന്നുള്ളത് അറിയില്ലെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാക്കാനാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ജേർണൽസിലാണ് ഉപയോഗിക്കുക. പാറ്റേൺ പേപ്പേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് വിൻറ്റേജ് ഉണ്ട്, കവായി ഉണ്ട്, അങ്ങനെ എക്സെട്ര കുറേ ഉണ്ട്. അടുത്തത് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു റാബിറ്റിൻ്റെ ഷേപ്പിലുള്ള പാറ്റേൺ പേപ്പർ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഇതിനുള്ള പാറ്റേൺസൊക്കെ നമ്മൾ ഓൾറെഡി പിൻട്രസ്റ്റിൽ കണ്ടു വെച്ചിട്ട് ഞാൻ സ്കെച്ച് ചെയ്ത് വെച്ചു പോകണം. അപ്പോൾ സ്കെച്ചിൻ്റെ മുകളിൽ ജസ്റ്റ് ബ്ലാക്ക് കളർ കൊടുത്ത് ഔട്ടർ ഇട്ടിട്ട് പിന്നെ കുറച്ച് ക്യാരറ്റ്സും അതേപോലെ കുറച്ച് ഡോട്ടും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള പാറ്റേൺ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടും. ക്യൂട്ട് പാറ്റേൺ പേപ്പർ പ്രിൻ്റ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടും. നമുക്ക് ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ പ്രിൻ്റ് എടുക്കുക എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കമൻറ്റിൽ പറയണേ, നമുക്ക് അടുത്തത് അത് ചെയ്യാം. അപ്പോൾ നമ്മുടെ റാബിറ്റിൻ്റെ പാറ്റേൺ പേപ്പർ റെഡി ആയിക്കണം. അടുത്തത് നമുക്കിനി സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ട് യെല്ലോ കളർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻസ് വെച്ചിട്ട്, ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ജസ്റ്റ് വേവി ലൈൻസ് കൊടുക്കാം. അതിങ്ങനെ 1 by 1 ആയിട്ട് താഴെ വരെ ജസ്റ്റ് ഇങ്ങനെ വേവ്, അത്യാവശ്യം നല്ല വേവിലൊരു 2-3-4 വേവ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മേലത്തെ പോർഷൻസ് അങ്ങനെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടൊക്കെ ഫില്ലായി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അത് റെഡിയായി. പിന്നെ അടുത്തത് നമ്മൾ ബ്ലൂ കളർ വെച്ചിട്ട് ആ വേവി ലൈൻസിനെ താഴേക്ക് തന്നെ റൗണ്ട് റാ പോലെ ഇട്ട് കൊടുക്കുക. എങ്ങനെ എല്ലാതും ഫുള്ളായിട്ട് കരയും. അത്യാവശ്യം പേഷ്യൻസ് വേണം നമുക്കിത് ചെയ്യുമ്പോൾ. നല്ല സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ നമുക്കിതൊരു ബോറടിക്കൂല ഇതിങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ നല്ല ആസ്വദിച്ച് ചെയ്യും. എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ക്രാഫ്റ്റ് ചെയ്യാനും അതേപോലെ സപ്ലീസ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ജേണൽ പെട്ടെന്ന് ഒന്നിച്ച് മേടിക്കാനുള്ള കയ്യിൽ ക്യാഷ് ഇല്ല, അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയൊക്കെയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് എല്ലാ സപ്ലീസും ഇങ്ങനെ ആദ്യം ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ജേണൽ ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ നമുക്ക് ജേണൽ സെറ്റൊക്കെ നമുക്ക് വാങ്ങുമായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷന്. ആസ് എ ബിഗിനർ എനിക്ക് ഫീൽ ചെയ്യണത് അങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയണേ. പിന്നെ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള സ്ട്രോബെറി വെച്ചിട്ട് ചെയ്യാം. സ്ട്രോബെറി പറഞ്ഞാൽ അത് സിമ്പിളാണ്. റാബിറ്റ് പോലെ തന്നെ സ്ട്രോബെറി ജസ്റ്റ് ആദ്യം പിങ്ക് കളറും കൊണ്ട് ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഷേപ്പ് കൊടുക്കുക. അതുമ്പോൾ 2 ലീവ്സ് കൊടുക്കുക. പിന്നെ ബ്ലാക്ക് കളർ കൊണ്ട് ഔട്ട് ചെയ്യുമ്പോൾ ഡോട്ട് ഇട്ട് കൊടുക്കുക ബ്ലാക്ക് കളർ കൊണ്ട്. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണ ഈ 2 പാറ്റേൺ ബോഹോ ടൈപ്പ് പാറ്റേൺ ആണ്. ഒന്നൊരു ഗ്രീൻ കളർ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡോംസിൻ്റെ ബ്രഷ് പെൻസാണ്. ഡോംസിൻ്റെ ബ്രഷ് പെൻസ് പറഞ്ഞാൽ അൾട്രാ സ്മൂത്താണ്, അതേപോലെ ഭയങ്കര പിഗ്മെൻറ്റേഷനാണ്. നമ്മൾ ഒരു സിംഗിൾ സ്ട്രോക്ക് മതി, അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഗ്രീന് വെച്ചിട്ട് നമ്മൾ ഒരു ലീഫിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഏത് ഷേപ്പ് എന്നുള്ളത്. പിന്നെ അതിന് ജസ്റ്റ് ഔട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. കറക്റ്റ് അതേപോലെ വരണം എന്നില്ല, ജസ്റ്റ് ഏറെക്കുറെ അങ്ങനെ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുത്താൽ അത് റെഡി. അതിൻ്റെ കുറച്ചും കൂടി ഒരു മോഡേൺ വേർഷനാണ്. അടുത്തത് പിങ്ക് കൊണ്ട് 4 കോർണറിലും പിങ്ക് വെച്ചിട്ട് നേരത്തെ കാണിച്ച അതേ ഷേപ്പിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 കളർ യൂസ് ചെയ്യുന്നുണ്ട്, പിങ്കും യെല്ലോയും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യെല്ലോ വെച്ചിട്ട് സെൻറ്ററിലും ബാക്കിയുള്ള ഗ്യാപ്പുകളിലൊക്കെ ഇതേപോലെ ആ ഒരു ഷേപ്പ് ഇട്ട് കൊടുക്കുക, കളർ ചെയ്യുക, ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് ജെൽ പേന ഉപയോഗിച്ചിട്ട് 4 കോർണറിലും ബോഹോ പ്രിൻ്റ് ഇട്ട് കൊടുക്കും. ബോഹോ പ്രിൻറ്റിൽ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ
കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ കിട്ടും മൈൻഡിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് 4 കോർണറിൽ നമുക്ക് പറ്റുന്ന പാറ്റേൺസ് ഇട്ട് കൊടുക്കുക. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയിട്ടാണ് പാറ്റേൺസ് തപ്പിപ്പിടിച്ച് വരച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡോട്ടും അതേപോലെ കുറച്ച് ലവ് ഇമോജിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പാറ്റേൺ പേപ്പേഴ്സ് റെഡി. അപ്പോൾ നമ്മൾ 1 അല്ല 2 അല്ല 8 പാറ്റേൺ പേപ്പേഴ്സ് ചെയ്തിരിക്കണം. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. അടുത്തത് എന്താണ് DIY ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്മുടെ ഈ ചാനലിൽ നിന്ന് ഏത് ടൈപ്പ് ക്രാഫ്റ്റാണ്, അടുത്തത് എന്ത് ക്രാഫ്റ്റ് ചെയ്യണം എന്നുള്ളതും നിങ്ങൾ കമൻറ്റിൽ പറയണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.